ഓഹോ 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 നിലപ്പൊങ്കലായലോ പാടും നീ ഓ ഓഹോ 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 ഹെഡ് ലോഡ് ആൻഡ് അൺലോഡ്. ഞാൻ എടുത്തോളാം. ഹെഡ് ലോഡ് ആൻഡ് അൺലോഡ്. ഇത് പാത്രം, ഇത് വെക്കാനുള്ള പാചകം ചെയ്യാനുള്ള പാത്രം, കത്തി, തവി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. വിറക്, ഇതൊരു മുക്ക് കഴിയല പറഞ്ഞാട്ടാ, വിറക് മുക്കി കഴുകാൻ. പിടിച്ചോ, അടുത്ത സാധനം പിടിച്ചോ. നമ്മളെ മെയിൻ ഐറ്റം കൂടെ ഇട്. ഏതാ? ഓ ഓ ഓ പറ്റേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ, നമ്മൾ അവിച്ച കാച്ചിലും നല്ല കൊഞ്ച് റോസ്റ്റ് പോകണം. അടേ, എന്താ കരിപ്പട്ടിയാണ് ഇരിക്കുന്നത്. കരിപ്പട്ടി എന്ന് പറയില്ല, കരിപ്പട്ടി ഇപ്പം ഹിറ്റാണ്. കരിപ്പട്ടി ഇപ്പം ഹിറ്റാണെന്ന്. നിങ്ങൾ അല്ലേ, ഈ കൊഞ്ചിന് 2-3 ഐറ്റംസ് ഉണ്ടല്ലോ. പല ഐറ്റം ഉണ്ടോ അല്ലേ? ഒരു കായൽ ഞണ്ടാണെന്ന് തോന്നുന്നു, നല്ല ചോപ്പ്. അണ്ണാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ് കഴിക്കാൻ? അണ്ണന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം? നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ്. ഇല്ലടാ, അത് കൈതപ്പുറം സാർ ഒന്ന് കത്തിക്കും. എടാ, ഇത് സിനിമയുടെ പൂജയല്ലേ, ഇത് അനുവാദം ചോദിക്കാൻ. കാച്ചില കഴുകിയിട്. 24. അതിൽ പിന്നെ ഇനി നമുക്ക് ഇനി ഒന്നുമില്ല, തീ കത്തി കിടന്നാൽ മതി. കാച്ചിലല്ലേ, അതങ്ങ് വെന്തോളൂ. നമ്മൾ അല്ലേ, അതിനങ്ങ് ശല്യപ്പെടുത്താതിരുന്നാൽ പരിപാടി കിടക്കണം. മൊത്തം ഇതിലാണ്. എണ്ണ ഒഴിക്കാല്ലേ, പാത്രം അങ്ങ് ചൂടായി. ഒരു സൈഡില് കാച്ചിന്റെ പണി കിടക്കാണ്, ഒരു സൈഡ് കൊഞ്ചിന്റെ പണി കിടക്കും. കൊഞ്ചും മൈനാക്കളെ, കൊഞ്ചും മൈനാക്കളെ. കൊഞ്ചിനെ വെച്ചും പാട്ടുണ്ട്. കൊഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനമൊരുകല്ലേ. കടു ഇട്ടു ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്താലേ ഇത് കിടന്ന് മൂക്കുമ്പോഴേക്ക് നമുക്ക് ഉള്ളി ഇടിക്കൊന്നും വേണ്ടല്ലേ? വേണ്ട അങ്ങനെ മതി. പോന്തി വെച്ചേക്കുന്നു. നീ വെറുതെ അല്ലേ ഇരിക്കണതാ, ഇത് ഇടിച്ചിട്. പോന്തി വെച്ചേക്കണം. ഉള്ളി മുഴുവനായിട്ടിടുന്ന കലാപരിപാടി. സാധാരണ ഇടിച്ചാണ് ഇതിടുന്നത്. ഇടിച്ച് ഇത് കണ്ടിച്ച് വിടും, പക്ഷേ ഇത് മുഴുവനായിട്ടിട്ടേക്കാം. അതിലൊരു കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ട്. ബീഫ്, ചിക്കൻ, ഫിഷ് എല്ലാം അത് ഓരോരുത്തരാ. ഇപ്പൊ ഇന്ന് നീ ഇതിന്റെ പാചകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിചാരിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ സുധീർ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരേ റൂമിലുണ്ടായിരുന്നു. സുധീർ ഒരേ റൂമിൽ നിങ്ങൾ പിന്നെ ഒരേ വർക്ക് ആയിട്ട് അങ്ങനെ റൂമിൽ ഉണ്ടായിരുന്നല്ലേ? സന്തോഷ സഹചാരി, അങ്ങനെ കൂട്ടുകാരനെ പല സ്ഥലങ്ങളിലും. പിന്നെ
പി എന്നും മാനേജരെന്നും സെക്രട്ടറി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അയ്യോ അത് അങ്ങനെയൊന്നുമല്ല, അവൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ എപ്പോഴും കാണും. അങ്ങനെ പല റോളുകളും അവന് കൊടുക്കരുത്, അവൻ ശമ്പളം ചോദിക്കും. അത് പെരുമ്പാവൂർ, ഇത് പെരുമ്പയർ. പച്ചമുളക് ഇങ്ങനെ പോന്തിയിടണോ? പച്ചമുളക് പോന്തിയിട്ടാ മതി. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇത് കത്തിക്കുന്നതാണോ ഇത് അണയ്ക്കുന്നതാണോ? എനിക്കിത് അണയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഇത് കിടന്നങ്ങ് സെറ്റായിക്കോളും. ആ അപ്പോൾ തക്കാളി ഇട്ടിരിക്കുകയാണ്, പച്ചമുളക് പോന്തി വെച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾ ഐഡിയ പരമാറ്റേ നിങ്ങൾ ഇത്രയും കുരുമുളക് കൊണ്ടുവന്നോണ്ടേ, ഇതാണ് കൊണ്ടുവന്നത്. കണ്ട പാചകത്തിന് കൊണ്ടുവന്നതാണ്, കണ്ട. പച്ചവളവും കൂടെ ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് വേവട്ട്. എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റർ ഉണ്ട്, നായകനായിട്ടൊരു സിനിമ വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഉള്ളത് തന്നെ സംഭവം? സംഭവം ഉള്ളത് തന്നെയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ വിളിച്ചു പറഞ്ഞു നീയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു, ഞാനാണോ? അത് താങ്കളാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ എന്നെ അവർ കണ്ടു, ഞങ്ങൾ പരസ്പരം കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെയൊന്നുമില്ല, സൂപ്പർ സ്റ്റാറാണ്. ഇപ്പോഴും നിങ്ങൾ ആൾക്കാരെ കൊണ്ട് ആവശ്യമില്ലാത്ത കമന്റ് എഴുതിക്കരുത്. ദോഷം പറയരുത്. ഉള്ളൊരു സത്യം പറയട്ടാ, നല്ലൊരു സൂപ്പർ മണം വരുന്നുണ്ട്, അത് സത്യം. പക്ഷെ അത് കാച്ചിലെന്നാണ്. ഞാൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കയ്യോടെ അല്ലേ. ഉപ്പ് വെച്ചേക്ക്. എന്താന്നറിയാ, നമുക്ക് അട്ട എടുത്ത് കളയാൻ പറ്റിയ സാധനം അത്. അതന്നെ. മഞ്ഞപ്പൊടി 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 മഞ്ഞപ്പൊടി. ഏത് വസ്തുവിനെ കുറിച്ച് പാട്ട് പാടുമല്ലേ. ഇത് മല്ലിപ്പൊടി, മറ്റേ രാഹുൽ ഗാന്ധിക്ക് തൈര്, സൂപ്പർ മണം, സൂപ്പർ മണം, അടിപൊളി. ചാമ്പല്ലടാ, കാച്ചിലടാ, കാച്ചിൽ. ഈ സാധനം കൊണ്ടുവന്ന്, ഈ കാച്ചിൽ കൊണ്ടുവന്ന് ചെത്തി കണ്ടിച്ചെല്ലാം ചെയ്ത് കൂടെ നിന്നിട്ട് ഇപ്പൊ പറയല്ലേ ഇത് ചേമ്പാണെന്ന്. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. മണിച്ചേട്ടനായിട്ടൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതായത് ഞാൻ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ജംഗ്ഷനിൽ ഒരു പ്രോഗ്രാം നാദർശേഖയുടെ കൂടെയാണ് ചെയ്യുന്നത്. മണിച്ചേട്ടനാണ് അതിനകത്ത്, മണിച്ചേട്ടൻ്റെ പ്രോഗ്രാം ആയിരുന്നത്. അന്നാണ് മണിച്ചേട്ടൻ എന്നെ കാണുന്നത്. അപ്പോൾ നാദർശേഖ എന്നെ മണിച്ചേട്ടൻ്റെ മുമ്പ് സ്റ്റേജിൽ വെച്ച് പരിചയപ്പെടുത്തി ഇവനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു, സിനിമയിലൊരു അവസരം കൊടുക്കണം. പാവമാണെന്നൊക്കെ പറഞ്ഞു. അന്ന് ലൈവായിരുന്നത്. ഒരു അവസരം കൊടുക്കണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് എനിക്കൊരു ഷേക്കൻ്റെയൊക്കെ തന്നിട്ട് പോയതാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിന്, ശ്രീകാര്യത്തോടെ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തായിരുന്നു. പിന്നെ അതൊരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് അന്നൊന്നും ഒരു കാണാനും അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകാം, ആരെന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്കതിന് ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പേരിലൊക്കെ ഇപ്പം നമുക്ക് ഒരു മെമൻ്റോ ഒക്കെ ഈ അടുത്ത കാലത്ത് ഒരു മൊമെൻ്റോ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ യൂസഫ് അലി സാറ് ഒരു സ്വർണത്തിൽ തീർത്ത വാളൊക്കെ തന്നെന്ന് പറഞ്ഞിരുന്നല്ല. അത് കൊണ്ട് ഞാനൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെയാണ്? വീട്ടിൽ തന്നെ? വീട്ടിലല്ല, ഇല്ല, അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് അതുകൊണ്ടാണ്. കേട്ടാ നൈസേ, വീട്ടിലല്ല, അത് ഞാൻ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങ് മൂത്ത്, അപ്പം കൊഞ്ചിട്ട് കൊടുക്കട്ടാ. നമ്മളെക്കാളും വലിയ പാചകക്കാരനായതുകൊണ്ടാണ് നിങ്ങളുടെ ചോദിച്ചിട്ട് ചെയ്യണത്.
കഴിക്കാമെങ്കിലും ഒരു പീസ് തരൂ. പിന്നെന്ത് ഒരെണ്ണം. പിന്നെ എന്തില്ലേ സംഭവം? ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അണ്ണാ, ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ നൈസായിട്ട് സ്കിപ്പായി കളഞ്ഞേ. നിങ്ങളെ കല്യാണത്തിൻ്റെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടക്കണം. ഉടനെ തങ്കച്ചൻ്റെ കല്യാണം എന്ന് പറഞ്ഞു. ഇതിൽ അതേ ഉള്ളൂ. അതെ, അല്ല ഇത് അങ്ങനെ വരുന്നത് എല്ലായിടത്ത് ഒന്ന് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇത് അറിയാനും അങ്ങനെ ഒരു സംഭവം നടക്കാനും വേണ്ടി എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇത് ആഗ്രഹിക്കുന്നവരുണ്ട്. സംഭവം ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടോക്ക് കിടക്കുന്നതുകൊണ്ട് ലക്ഷ്മി എൻ്റെ അടുത്ത് ചോദിക്കുകയും അത് ആ ഒരു പോർഷൻ പലരും കട്ട് ചെയ്തെടുത്തിട്ട് പോവുകയും ചെയ്തു. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ ചാനലിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആകാൻ പോകുന്നു, കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ ഒരു ചെറിയ മറുപടി അപ്പോൾ ഇല്ല, അത് ഉടനെ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെ പലരും പല റൂട്ടിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതാണ്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു പോർഷൻ എടുത്തുകൊണ്ട് പോയെന്നേ ഉള്ളൂ. കാച്ചിൽ ഒന്ന് വേവിക്കാൻ പറഞ്ഞു. കാച്ചിലിന് ഒരു പരിവുണ്ട്. ചമ്പാവരി പായസം പോലെ ഉണ്ടാക്കി. മതി അത് ഇറക്കിക്കോ. കാച്ചിൽ ഇറക്ക്. എന്നാ ഇത് പിടിച്ചെടുത്തോ. പായസം പോലെ ആയിപ്പോയി കാച്ചിൽ. ഏതായിരുന്നാലും അടിപൊളിയാ. ഈ കാച്ചിൽ ഊറ്റിയ വെള്ളം കുടിക്കുമോ? അറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. നമ്മളെ കൊഞ്ചും റെഡി ആയിട്ടുണ്ട്. കുഞ്ചനെ കൊഞ്ച് അതൊരു സംഭവം തന്നെ. സൂപ്പർ. കാരണം നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെ, നല്ല തമാശ പറയുന്നവരെ, നല്ല പാട്ട് പാടുന്നവരെ എനിക്ക് വലിയ ഇഷ്ടം. മനസ്സിലായോ? സൂപ്പർ. കാച്ചിലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് പണ്ടത്തൊക്കെ ഒരു നേരത്തെ ആഹാരമൊക്കെ ഈ കാച്ചിലായിരുന്നു. ഇപ്പോഴാണ് അത് പിന്നെ സൈഡായത്. എങ്ങനെ വൈകുന്നേരം ചായയുടെ കൂടെയും അങ്ങനെയൊക്കെ ആയി, കട്ടൻ ചായയുടെ കൂടെയൊക്കെ ആയത് കേട്ടോ. കാച്ചിലും ചേമ്പും ചേനയും ചീനിക്കിഴങ്ങും അതെല്ലാം എന്നും മഹത്തായ ഒരു സംഭവം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.